ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലൂടെ ഒരു പ്രാവശ്യവും കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം പങ്കുവയ്ക്കുവാൻ ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവചനധാരയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ 117 സങ്കീർത്തനമാണ്. ഇത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. 2 വാക്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ വാക്യത്തിൽ 8 വാക്കുകളും രണ്ടാമത്തെ വാക്യത്തിൽ 10 വാക്കുകളും, അങ്ങനെ 18 വാക്കുകളാണ് 2 വാക്യങ്ങളിൽ ഉള്ളത്. ഇത് ചെറിയ സങ്കീർത്തനമാണ് എങ്കിലും ഒരു മധുരഗീതമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാക്കന്മാർ പല പ്രാർത്ഥനകളുടെയും ആരംഭത്തിലും അവസാനത്തിലും അർത്ഥവ്യാപ്തിയുള്ള ഈ സങ്കീർത്തനം ചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പാതിരാത്രിയുടെ പ്രാർത്ഥനയിൽ ഓരോ കൗമയുടെയും അവസാനം ഈ സങ്കീർത്തനം ചേർത്തിരിക്കുന്നു. 117 സങ്കീർത്തനം ഏറ്റവും ചെറിയ സങ്കീർത്തനമാണെങ്കിലും ഏറ്റവും വലിയ അർത്ഥമുള്ള ഒരു സങ്കീർത്തനം കൂടിയാണ് ഇത്. ഭൂമിയിലുള്ള സകല ജാതികളും സകല വംശങ്ങളും ദൈവത്തെ സ്തുതിക്കണമെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്ന ദൈവമക്കൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ ചെറിയ സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശിഷ്ടമായ സവിശേഷതകൾ സ്തുതിക്കുന്നവരിലേക്ക് പ്രവഹിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ സവിശേഷതകൾ? ഒന്ന്, നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയയാണ്. ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന് യേശുതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളുടെ ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദയ മൂലം നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. യേശു പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കൾക്ക് അവരറിയാതെ അവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ് ഒന്ന്, ദൈവത്തിൻ്റെ വിശിഷ്ടമായ ദയ. ഇത് ഉള്ളവർക്ക് മാത്രമേ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയൂ. രണ്ടാമത്തേത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയുടെ പ്രത്യേകത നമുക്കറിയാം. വിശ്വസ്തത പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായി നാം കാണുന്നു. ദൈവത്തെ സ്തുതിക്കുന്നത് വഴിയായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് വഴിയായി നമ്മളിലേക്ക് ഈ ഫലങ്ങൾ ലഭിക്കുമ്പോൾ നാം നമ്മോട് തന്നെ വിശ്വസ്തത പുലർത്തുന്നവരാകണം. നാം വസിക്കുന്ന ഭവനത്തിലും നാം വസിക്കുന്ന ദേശത്തും ദേശനിവാസികളുടെ ഇടയിലും ദൈവസന്നിധിയിലും നാം വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കണം. കഴിഞ്ഞിടയ്ക്ക് വാട്സാപ്പിലൂടെ കണ്ട ഒരു ചെറിയ ഉദാഹരണം പറയാം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു ഓഫീസിൽ സത്യസന്ധരായ ജീവനക്കാരെ തിരഞ്ഞെടുക്കുവാൻ ഒരു ഇൻ്റർവ്യൂ നടത്തി. പ്രാപ്തരായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 6 പേരെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. അവരുടെ വിശ്വസ്തത പരിശോധിക്കുന്നതിനായി ഇൻ്റർവ്യൂവിന് എത്തിയവർ ഓഫീസിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ സെക്യൂരിറ്റി അവരുടെ പിന്നിൽ 500 രൂപയുടെ ഒരു നോട്ടിടും. അകത്തേക്ക് പോയ ആളെ വിളിച്ച് കുനിഞ്ഞ് 500 രൂപ നോട്ടെടുക്കും. ചോദിക്കും, സാറിൻ്റേതാണോ ഈ പണം? അതെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അത് വാങ്ങി പോക്കറ്റിലിട്ട് അകത്തേക്ക് കടന്നു പോകും. പിന്നീട് വന്ന 3 പേരോടും അങ്ങനെ തന്നെ ചെയ്തു. അവരും ഒരു കൂസലുമില്ലാതെ അവരുടേതാണ് എന്ന് പറഞ്ഞു. ഒരു ലേഡി കടന്നു വന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ മാല അവരുടെ പുറകിലേക്കിട്ടു. സെക്യൂരിറ്റി അവരെ വിളിച്ച് അവരോട് ചോദിച്ചു, ഈ മാല മാഡത്തിൻ്റെതാണോ? അവർ പറഞ്ഞു, അതെ, ഇത് എൻ്റെ മാലയാണ്. സന്തോഷത്തോടു കൂടി താങ്ക്സ് പറഞ്ഞ് അത് വാങ്ങി അവരകത്തേക്ക് പോയി. പിന്നീട് വന്ന ഒരു സ്ത്രീ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ 500 രൂപ സെക്യൂരിറ്റി താഴെയിട്ടു. അവരെ വിളിച്ച് നോട്ടെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, മാഡം, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതായിരിക്കും. ഇവിടെ ഒരു 500 രൂപ കിടക്കുന്നു.
അവർ തിരിഞ്ഞു നിന്ന് വളരെ സന്തോഷത്തോടുകൂടി മറുപടി പറഞ്ഞു, അല്ല, എൻ്റേതല്ല ഈ പണം, വേറെ ആരുടേതെങ്കിലും ആയിരിക്കും. ഇതിലൂടെ കടന്നു പോയപ്പോൾ കയ്യിൽ നിന്ന് വീണതായിരിക്കും. എൻ്റേതല്ല, കാരണം എൻ്റെ കയ്യിൽ 500 രൂപ നോട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റേതാകുന്നത്? ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കുക എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോയി. അവരെ എല്ലാവരെയും ഓഫീസർ റൂമിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, സത്യസന്ധരായ ഒരു വ്യക്തിയെയാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം. അതിന് നിങ്ങൾ തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കണം. അതിന് ഞാനൊരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ടി വിയിലേക്ക് നോക്കുക. അങ്ങനെ അദ്ദേഹം ടി വി ഓൺ ചെയ്ത് ഓരോരുത്തർ ഗേറ്റ് കടന്നു വരുന്നത് ടി വിയിലൂടെ കണ്ടു. അവർക്ക് പറ്റിയ അബദ്ധം ഓരോരുത്തർക്കും മനസ്സിലായി. അവരതിൻ്റെ അവസാനത്തിൽ അവർ കള്ളം പറഞ്ഞ് നേടിയ പണവും മാലയും മേശപ്പുറത്ത് വെച്ചിട്ട് ഓരോരുത്തരായി തലകുനിച്ച് അവിടെ നിന്ന് കടന്നുപോയി. വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ജീവിക്കുന്ന വ്യക്തിക്ക് ആരുടെയും മുൻപിൽ തലകുനിക്കേണ്ടതായി വരികയില്ല. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദയയും വിശ്വസ്തതയും നല്ല മാതൃകയുള്ളവരായി ദൈവത്തെ സ്തുതിച്ച് ദൈവികമായ വിശിഷ്ട സമ്മാനവും സ്വീകരിച്ച് ദൈവമക്കളായി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ 117 സങ്കീർത്തനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.